റോമിൽ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കായുടെ പ്രധാന അൾത്താരയുടെ തൊട്ടടുത്ത് ഒരു കുമ്പസാര കപ്പേളയുണ്ട്. അവിടെ ചെന്ന് കുമ്പസാരിക്കാനായി ഒരുങ്ങുന്ന ഓരോരുത്തരും മുട്ടുകുത്തുന്ന സമയത്ത് ശ്രദ്ധിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമുണ്ട്. അവിടെ എല്ലായിടത്തും ഒരു വെള്ള പേപ്പറിൽ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന, നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന, വിശ്വാസ പ്രമാണം. പല ഭാഷകളിൽ അതവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ കടന്നു വരുന്ന ചില ടൂറിസ്റ്റുകളുടെയും തീർത്ഥാടകരുടെയും ഒക്കെ ചിന്ത, ഇത് ഇവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് കുമ്പസാരത്തിന് ശേഷം പ്രായശ്ചിത്തമായി ഈ പ്രാർത്ഥനകൾ വൈദികൻ കൊടുക്കുകയാണെങ്കിൽ അത് ഏറ്റുചൊല്ലാൻ വേണ്ടിയാണ് എന്നാണ്. എന്നാൽ അങ്ങനെ ഒരു കാരണം കൊണ്ടല്ല ആ പ്രാർത്ഥനകൾ അവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. കാരണം പ്രായശ്ചിത്തമായി ചിലപ്പോൾ ബൈബിൾ ഭാഗങ്ങളായിരിക്കാം വായിക്കാൻ നൽകുന്നത്, ചിലപ്പോൾ മറ്റേതെങ്കിലുമൊക്കെ പ്രാർത്ഥനയാകാം. അപ്പോൾ ഈ പ്രാർത്ഥനകൾ തന്നെ ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഈ പ്രാർത്ഥനകൾ അവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് ദണ്ഡവിമോചനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയാണ്. എന്താണ് ദണ്ഡവിമോചനം? ദണ്ഡവിമോചനം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് പാപത്തിൻ്റെ 2 ഫലങ്ങളെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. പാപത്തിന് 2 തരത്തിലുള്ള ശിക്ഷകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഒന്ന് കാലികമായ ശിക്ഷ, 2 നിത്യമായ ശിക്ഷ. ടെമ്പറൽ പണിഷ്മെൻറ്റ്, ഇറ്റേണൽ പണിഷ്മെൻറ്റ്. നമ്മൾ കുമ്പസാരിക്കുമ്പോൾ ഈ 2 ശിക്ഷകളിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കുന്നുണ്ടോ? ഇല്ല. കുമ്പസാരത്തിലൂടെ പാപത്തിൻ്റെ നിത്യമായ ശിക്ഷയിൽ നിന്ന് മാത്രമേ നമ്മൾ മോചിതരാവുന്നുള്ളൂ. പാപത്തിൻ്റെ നിത്യമായ ശിക്ഷ എന്ന് പറയുന്നത് മാരകമായ പാപം മൂലം നമ്മൾ ദൈവിക ജീവനിൽ നിന്നും അകലുന്നു, നിത്യ ശിക്ഷ സമ്മാനമായി ലഭിക്കുന്നു എന്നുള്ളതാണ്. ഈ നിത്യമായ ശിക്ഷയിൽ നിന്നും കുമ്പസാരം എന്ന കൂദാശ, അനുരഞ്ജന കൂദാശ നമ്മെ സ്വതന്ത്രരാക്കുന്നു. എന്നാൽ അപ്പോഴും പാപത്തിൻ്റെ കാലികമായ ശിക്ഷ നമ്മിൽ അവശേഷിക്കുന്നു. അതുകൊണ്ട് തന്നെ മരണത്തിന് ശേഷം ഒരു ശുദ്ധീകരണം നമുക്ക് ആവശ്യമാണ്. ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് പോകുന്നവർ പാപത്തിൻ്റെ കാലികമായ ശിക്ഷയ്ക്കാണ് അവിടെ ശുദ്ധീകരണം അനുഭവിക്കുന്നത്. എന്നാൽ ശുദ്ധീകരണ സ്ഥലത്തിൽ നമുക്ക് നടക്കാനിരിക്കുന്ന ശുദ്ധീകരണം ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമുക്ക് കാലിക ശിക്ഷയിൽ നിന്നും വിമോചനം നേടുക വഴിയായി നേടിയെടുക്കാവുന്നതാണ്. അതിനെയാണ് ദണ്ഡവിമോചനം എന്ന് വിളിക്കുന്നത്. സഭ പല അവസരങ്ങളിലും വിശ്വാസികൾക്ക് ദണ്ഡവിമോചനങ്ങൾക്കുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കാറുണ്ട്. പ്രധാനമായും ചില പൊതുനിർദ്ദേശങ്ങൾ ദണ്ഡവിമോചനത്തെപ്പറ്റി നൽകാറുള്ളത്. ഒന്ന്, അതിന് തൊട്ടടുത്ത് അനുരഞ്ജന കൂദാശ സ്വീകരിക്കുക എന്നുള്ളതാണ്. അനുരഞ്ജന കൂദാശയിലൂടെ വിമുക്തി ലഭിച്ച പാപങ്ങളുടെ കാലികമായ ശിക്ഷയാണ് ദണ്ഡവിമോചനത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. രണ്ടാമതായി വിശുദ്ധ കുർബാന സ്വീകരണം നടത്തുക എന്നുള്ളതാണ്. വിശുദ്ധ കുർബാന സ്വീകരിക്കാതെ, അനുരഞ്ജന കൂദാശ സ്വീകരിക്കാതെ ദണ്ഡവിമോചനം സാധ്യമാവുകയില്ല. മൂന്നാമതൊരു കാര്യം മാർപ്പാപ്പയുടെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. മാർപ്പാപ്പയുടെ നിയോഗത്തെ സമർപ്പിച്ചുകൊണ്ട് ഒരു സ്വർഗസ്ഥനായ പിതാവേയും ഒരു നന്മ നിറഞ്ഞ മറിയമേയും അതോടൊപ്പം വിശ്വാസ പ്രമാണവും അവർ ചൊല്ലേണ്ടതുണ്ട്. ഈ കാര്യങ്ങളോടൊപ്പം ചില പ്രത്യേക അവസരങ്ങളിൽ ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സഭ ആവശ്യപ്പെടാറുണ്ട്. ഒന്നുകിൽ ഒരു മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക്, ഏറ്റവും അടുത്തുള്ള മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോവുക എന്നുള്ളതായിരിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൈദികൻ്റെ ആദ്യ തിരുപ്പട്ട സ്വീകരണത്തിലോ അല്ലെങ്കിൽ ജൂബിലിയുടെ അവസരത്തിലോ പങ്കെടുത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളതായിരിക്കാം. അല്ലെങ്കിൽ യൗസപിതാവിൻ്റെ വർഷത്തിൽ ദണ്ഡവിമോചനം പ്രഖ്യാപിച്ചിരുന്നു, കരുണയുടെ വർഷത്തിൽ ദണ്ഡവിമോചനം പ്രഖ്യാപിച്ചിരുന്നു. ഇങ്ങനെ സഭ പ്രത്യേകമായി പറയുന്ന കാര്യങ്ങൾ അതോടൊപ്പം ചേർന്ന് നിർവഹിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ദണ്ഡവിമോചനം ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്. ദണ്ഡവിമോചനം തന്നെ 2 തരത്തിലുണ്ട്. ഭാഗികമായ ദണ്ഡവിമോചനം, അതോടൊപ്പം പൂർണ്ണമായ ദണ്ഡവിമോചനം. ഭാഗികമായ ദണ്ഡവിമോചനം നമ്മുടെ പാപത്തിൻ്റെ കാലിക ശിക്ഷയിൽ നിന്നും ഭാഗികമായുള്ള മോചനവും സ്വാതന്ത്ര്യവുമാണ് നമുക്ക് നൽകുന്നത്. പൂർണ്ണമായ ദണ്ഡവിമോചനം നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളുടെ എല്ലാം കാലിക ശിക്ഷയിൽ നിന്നും പൂർണ്ണമായ മോചനം നമുക്ക് നൽകുന്നു. അത് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ പൂർണ്ണ ദണ്ഡവിമോചനമാണോ ഭാഗിക ദണ്ഡവിമോചനമാണോ എന്നുള്ളത് സഭ കൃത്യമായി എടുത്തു പറഞ്ഞിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നമുക്കും ദണ്ഡവിമോചനത്തിനുള്ള സാധ്യതകളെ അവഗണിക്കാതിരിക്കാം, അവയെ സ്വീകരിക്കാൻ വേണ്ടി പരിശ്രമിക്കാം. ഏറ്റവും അടുത്തു വരുന്ന ഞായറാഴ്ച, ജൂലൈ 23-ാം തീയതി ഞായറാഴ്ച, 3ാമത് ലോക വയോജന ദിനമായി ആഘോഷിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് തിരുസഭ ഒരു പൂർണ്ണ ദണ്ഡവിമോചനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അനുരഞ്ജന കൂദാശ സ്വീകരിച്ച്, വിശുദ്ധ കുർബാന സ്വീകരിച്ച്, മാർപ്പാപ്പയുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, വയോജനങ്ങളെ അവരോട് സംസാരിക്കുക, അവരെ ആശ്വസിപ്പിക്കുക, അല്ലെങ്കിൽ അന്നേ ദിവസം മാർപ്പാപ്പ അർപ്പിക്കുന്ന ദിവ്യബലിയിൽ പങ്കെടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം സാധ്യമാകും എന്ന് സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജൂലൈ 23 ഞായറാഴ്ച സഭ നമുക്ക് നൽകുന്ന ഈ അസുലഭമായ മുഹൂർത്തത്തെ നമുക്ക് പൂർണ്ണമായും ഉപയോഗപ്പെടുത്താം.
ദണ്ഡവിമോചനം എന്നുള്ള ഈ സാധ്യതയെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങളുടെ കാലികമായ ശിക്ഷയിൽ നിന്നും മോചിതരാകുവാനും ഈശോയോട് കൂടുതൽ അടുക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും ശ്രദ്ധിക്കാം.